ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ XR സുരേഷ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് കപ്പ കൃഷിയുണ്ട്. കപ്പ കൃഷിയിൽ നിന്നുള്ള നോക്കിയപ്പം ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ ചെറിയ ദൂരം. അപ്പോൾ എലിയാണോ, എലി എന്ന് വെച്ചാൽ നച്ചിലേക്കാളും അല്പം കൂടെ വലുത് ചുണ്ടലി രൂപത്തിലുള്ളത്, അതല്ല എങ്കിൽ കീരി ഇഴയാണ്. അപ്പോൾ ഏതായാലും അതിനുള്ള പ്രതിവിധിയെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശർക്കരയും പഞ്ഞിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ കൂടി നമുക്ക് കാണാം. വരൂ. അപ്പോൾ ഞാൻ ഇവിടെ പഞ്ഞി എടുത്തിരിക്കണം. പഞ്ഞി റോളാണ് ഇത്. ശർക്കര നമുക്ക് ശർക്കര ഈ പാത്രത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ആ വെള്ളം നമ്മൾ ഇവിടെ കുറച്ച് മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. ഇത്തിരി കട്ടിയായിട്ട് വേണം. കൂടുതൽ ലൂസാവാനും പാടില്ല, കൂടുതൽ കട്ടിയും വേണ്ട. അപ്പോൾ നമുക്ക് ഇതിൽ അല്പം നോർമൽ കട്ടിക്ക് വേണം. അപ്പോൾ ഇത് അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പേരിന് വേണ്ടി വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇത്രയും വെള്ളം മതി. ഞാൻ പഞ്ഞി ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നാട്ടിൻ പ്രദേശത്തൊക്കെ മിക്ക സ്ഥലങ്ങളിൽ വീടുകളിൽ അല്ലാതെയുള്ള പഞ്ഞിയും കാണും. ഏത് പഞ്ഞിയായതിനും കുഴപ്പമില്ല. ഇത് നമുക്ക് ചെറിയ ബാളുകളാക്കണം. ഒരു ഉണ്ട, ബാളെന്ന് വെച്ചാൽ ഉണ്ട രീതിയിൽ. അത് ചെറിയ കഷ്ണം ഇത് ഇത്ര വീതം മതി. എന്നിട്ട് കയ്യിലിട്ട് നല്ലപോലെ ഉരുട്ടി ഒഴിക്കുക. ചെറിയൊരു ബാളിന്റെ രൂപത്തിൽ മതി, ഇരുന്നിരിക്കരുതെന്നേ ഉള്ളൂ. ഈ രീതിയിൽ ഉള്ളം കയ്യിൽ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയാൽ മതി. അപ്പൊ ഒരു ഉണ്ട രൂപത്തിൽ വരും. ഇത്രയും മതി. വളരെ വലുതാവേണ്ട, ചെറിയ ചെറിയ ഇത് ശർക്കര പാനീയത്തിൽ ചെന്നിട്ട് നല്ലപോലെ കുതിർന്ന് വരും. അപ്പൊ നല്ല വലുതാവും, വീർക്കും. ഇത്രയും മതി കേട്ടോ. ഈ സൈസിൽ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു, കൈ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു. അപ്പൊ എല്ലാ പഞ്ഞിയും ഇതേപോലെ നല്ല നല്ല ബാളുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ശർക്കര ഇപ്പൊ അലിഞ്ഞാന്ന് നോക്കാം. ശർക്കര അരിഞ്ഞെങ്കിൽ ശർക്കരയിൽ കൂടെ ഇടണം. ശർക്കര നല്ലപോലെ അരിഞ്ഞതിന് ശേഷം മാത്രമേ പഞ്ഞി അതിൽ ഇടാവൂ. ശർക്കര അരിയാതെ ഇടരുത്. ശർക്കര നല്ല അലിഞ്ഞ് ചേർന്നതിന് ശേഷം മാത്രം നമ്മളതിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ശർക്കര അലിഞ്ഞാന്ന് നോക്കാം. ശർക്കര നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ഞി ബാളുകൾ അതിൽ പറക്കിയിടാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ഞിയിലെ ശർക്കര നല്ലതുപോലെ പിടിക്കും. ഒരു കമ്പോ എല്ലാം വെച്ച് ഇളക്കി കൊടുക്കാം. പഞ്ഞിയിൽ ആ ശർക്കര ലായനിയെല്ലാം പിടിച്ചു വരുമ്പോ പഞ്ഞി എല്ലാം അല്പം കഴിയപ്പോഴത്തേക്ക് ഈ വെള്ളമെല്ലാം അങ്ങ് വറ്റും. വറ്റിയതിന് ശേഷം ഇത് എലി വരപ്പോഴത്തേക്ക് ശർക്കര ഉണ്ടാണെന്ന് വിചാരിച്ച് ഈ പഞ്ഞി കഷ്ണങ്ങൾ പറക്കി തിന്നാൻ തുടങ്ങും. ഇതാണ് ട്രിക്ക്. അപ്പൊ ഇത് പഞ്ഞി ഉള്ളിൽ ചെല്ലപ്പോഴേ ഇത് കുതിരുമല്ലോ. കുതിർന്ന് വരുമ്പോഴത്തേക്കും എലിയുടെ വയറ്റിനകത്ത് പിന്നെ ദഹനമൊന്നും നടക്കാതെ വരും. ഈ പഞ്ഞി കുതിർത്ത് വയർ നിറയും. അങ്ങനെയാണ് എലിക്ക് മരണമെല്ലാം സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ മരിച്ചിനി വിള, അതായത് കപ്പ വിള. കപ്പ നട്ടിരിക്കുന്നത് ചില സ്ഥലത്ത് കപ്പ എന്ന് പറയും, നമ്മളിവിടെ മരിച്ചിനി എന്നും പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഇനി ദോരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. കൂടുതൽ സ്ഥലത്തൊന്നും ഇല്ലായിരുന്നു, ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇത് അങ്ങനെ ഫീൽ ചെയ്തുള്ളൂ. അത് എലിയാണോ അതോ കീരിയാണോ എന്ന് അറിഞ്ഞൂടാ. ഏതായാലും നമുക്കിത് അവിടെ വെച്ചു കൊടുക്കാം.
ഞാൻ ഇവിടെ കപ്പ നട്ടിരിക്കുന്ന 2 വെറൈറ്റിയാണ്. ഒന്ന് കറുപ്പും വേറെ ഒരു ചോപ്പൻ എന്ന് പറയും. ചോപ്പൻ എന്ന് പറയുന്നത് ഇതിന്റെ തണ്ടുണ്ടല്ലോ, തണ്ട് വന്നിട്ട് ചുവന്ന കളറിൽ ഉള്ളതാണ്. ചുവന്ന കളറിലുള്ള അത് 6 മാസവും, ഈ കറുപ്പൻ എന്ന് പറയുന്നത് 9 മാസമാണ് ഇത് മരച്ചിനി ആവാനുള്ള സമയം. ഇതാണ് എലി നമുക്ക് സംശയമായിട്ടുള്ള സ്ഥലം, കണ്ടോ? അപ്പോൾ ഇവിടെയാണ് നമുക്ക് പഞ്ഞിയും ശർക്കരയായിട്ടുള്ളത്. ഇവിടെ വെക്കണം. ഒരു സ്ഥലം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ വെച്ച് കഴിയുമ്പം എലി അഥവാ വരികയാണെങ്കിൽ ഇത് കഴിക്കും. അത് നമ്മളെ എലിശല്യം നമുക്ക് ഒഴിവാക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 6 മാസത്തിനുള്ള കമ്പാണ്. ഞാൻ എന്നും രാവിലെ ഒരു റൗണ്ട് ചെയ്യും, എലി വല്ലതും ഇതുപോലെ തുറന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഞാൻ അവിടെ 2 വെറൈറ്റി നട്ടിട്ടുള്ളൂ. ഇതാണ് 6 മാസ കമ്പ്, അതായത് ചോപ്പ എന്ന് പറയും. അപ്പോൾ ഉള്ള പഞ്ഞീര് ഉണ്ട കണ്ടോ, ശർക്കര കുടിച്ച് നല്ല വീർത്തിരിക്കുകയാണ്. നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിലിട്ടിട്ട് ഒരു കമ്പൗണ്ട് കൊടുക്കാം. മുകൾ വശത്തിനും 1-2 വെച്ചേക്കാം. അത് തിന്നും വരും. ഹായ് ഗൈസ്, അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനലിന് ചെയ്തു സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോടെ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ജയ് ഹിന്ദ്, ജയ് ഭാരത്.